എന്റെ പേര് ഐറ്റാപള്ളി. ഞാൻ തുമ്പകയ ഫുഡ്സ് എന്നുള്ള ഫിറ്റ്നസ് പ്രോഡക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. 2019 സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തൊക്കെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായി. കോവിഡ് പ്രശ്നമായിട്ട് നമ്മൾ കുറച്ചൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടായി. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഞാൻ 2022 വീണ്ടും അതിനേക്കാളും അധികം ശക്തിയോടുകൂടി എന്റെ പ്രോഡക്റ്റ് ഞാൻ കേരളത്തില് സമർപ്പിച്ച് അത് ജനം സ്വീകരിച്ചു. അത് എന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ യൂണിക് പ്രോഡക്റ്റാണ്. നമുക്ക് മാർക്കറ്റിൽ മറ്റു പ്രോഡക്റ്റിനെ കോമ്പറ്റീറ്റ് ചെയ്ത് ഒരുപാട് മത്സരത്തിനുള്ള അവസരം ഞാൻ കൊടുക്കാറില്ല. ഞാൻ എന്റെ പ്രോഡക്റ്റ് എപ്പോഴും യൂണിക് ആയിരിക്കും. അത് മറ്റ് ഹെൽത്ത് പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ മിലൈറ്റ് മാനോ നമ്മുടെ ഡോക്ടർ കാദർബാലിയുടെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ഞാൻ പ്രോഡക്റ്റ് ചെയ്യുന്നത്. ജീവിത ശൈലിയിലുള്ള ഒരു സൊല്യൂഷൻ രീതിയിലും അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള ഹെൽത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ചെയ്യുന്നത്. അത് നമുക്ക് ജനത്തിന് സ്വീകരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇൻഡക്റ്റ് ഫിഷ് എന്നൊരു പ്രോഡക്റ്റ് കൂടെ എന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉടനെ അത് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പറയാനുള്ളത് 55 വയസ്സുള്ള എനിക്ക് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ കേരളത്തിന് സമർപ്പിക്കാനും കേരളത്തിന്റെ അംഗീകാരം കിട്ടാൻ കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ യൂത്തിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല അവസരങ്ങൾ നമ്മുടെ വ്യവസായ വകുപ്പും കാർഷിക മേഖലയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സഹകരിക്കുന്നുണ്ട്. എല്ലാ യൂണിറ്റും മുന്നോട്ട് വരണം. അതുപോലെ തന്നെ വീട്ടമ്മമാരിടുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോയി പറഞ്ഞ ഈ സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും ഒരു 50 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഫ്രീ ആകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ബിസിനസ്സിനെ നോക്കി നടത്താനും നമുക്ക് ബിസിനസ് വളർച്ചയിലെത്താനും സമൂഹത്തിനും നമ്മുടെ കേരളത്തിനും മൊത്തമായിട്ട് നമുക്ക് നല്ല വിഷരഹിത ഭക്ഷണം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ സംരംഭങ്ങൾ കഴിയും. എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രായഭേദമന്യേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇന്ന് കേരളത്തിലാണേലും നമ്മുടെ ഒരു പഞ്ചായത്തിൽ തന്നെ നമുക്ക് അതിനുള്ള മാർക്കറ്റുകളായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മുന്നോട്ട് വരിക. ഇതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ബീസോ എന്ന് പറഞ്ഞ നമ്മളെ വുമൻ എംപവർമെന്റ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ ഒരു സംഘടനയാണ് നമ്മളിന്ന് ഫോം ചെയ്തേക്കുന്നത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു. ഇത് നമ്മൾ ലക്ഷ്യം വെക്കാന്ന് പറയുന്നത് ഞാൻ ഒരു സംരംഭമായപ്പോൾ കുറെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തു. നമുക്കൊരു സ്റ്റിക്കർ അടിക്കാനും നമുക്ക് ലേബൽ ചെയ്യാനും നമുക്കൊരു ഡിജിറ്റൽ പ്രിന്റ് എടുക്കാനാണെങ്കിൽ ഒത്തിരി നമ്മൾ മറ്റുള്ളവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് പല വനിതയ്ക്കും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. സ്കൂൾ പഠിക്കാൻ അറിയത്തില്ല, നമുക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിങ്ങിന് പ്രസന്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം നമ്മുടെ വില്ലേജ് വുമൺസ് ഇന്ന് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഈ പിന്നോക്കം നിൽക്കുന്ന പല വാർഡുകളിലും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഉണ്ട്. പക്ഷെ അത് മാർക്കറ്റിലോട്ട് എത്തിപ്പെടുന്നില്ല. ഇടയ്ക്കൊരു ബാരിയർ ഉണ്ടാകും. അതുകൊണ്ട് ആ സ്കിന്നിന്റെ കുഴപ്പമല്ല, പക്ഷെ അവർക്ക് മറ്റുള്ള അനുകൂല സാഹചര്യങ്ങൾ ആ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന് ആ സമയത്തായി വീസോ എന്നുള്ള സംഘടനയ്ക്ക് നമ്മൾ ഫോം ചെയ്യുന്നത്. വീസോ ആ ഇടയ്ക്ക് നിൽക്കുന്ന ബാരിയറിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് വീസോയുടെ ലക്ഷ്യം. നമ്മുടെ വില്ലേജ് വുമൻസിന്റെ പ്രോഡക്റ്റുകളെ ഹൈലൈറ്റ് ചെയ്ത് പ്രോഡക്റ്റ് അത് ഒരു സ്റ്റേറ്റ് ലെവലൊരു ഷോക്കേസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഈ സംഘടന തീർച്ചയായിട്ടും സാധിക്കും. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ലീഡേഴ്സും അതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ലീഡേഴ്സാണ്. അതുകൊണ്ട് കേരളത്തിൽ മുഴുവനായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലോബൽ വൈസ് ആണെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ലീസോയുടെ സംഘാടകരെയും വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെയും ഡിജിറ്റൽ സ്റ്റഡിമാരെയും സംരംഭകരെ നാട്ടുകാരെയും പക്കാലോകത്തിന്റെ ആളുകളെയും എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടോ എന്ന് തോന്നുന്ന ആൾക്കാരാണ് കൈവന്നിട്ട്. സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടോ ഞാൻ എന്ന് തോന്നുന്ന ആളുകൾ കൈവന്നിക്കുന്നു. പത്തൊമ്പത് പേരിരിക്കുന്ന വേദിയില് അവർ തന്നെ കെട്ടിയിട്ട് അവർ യാത്ര ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല, അല്ല ലോൺ എടുത്തിട്ട് ആ പൈസ ആവശ്യങ്ങൾ നടത്തിയിട്ട് അത് കൃത്യമായി തിരിച്ചടയ്ക്കും. അല്ല,
കയ്യിലുള്ള പൈസ ചെലവഴിക്കാതെ സ്വയം കൂട്ടി വെക്കുക. അതുമല്ല, സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വനിതയായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവന്റെ ജീവിത സാഹചര്യത്തിൽ അവന്റെ ബേസിക് ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ അവന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള സ്ഥിരമായ ഒരു വരുമാനം അവരിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു എന്താ പറയുക, നമ്മൾ പറയുന്ന പൊതുവായ പേരാണ് സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുന്നത്. എല്ലാവരും ഞാൻ സംരംഭമൊക്കെ ആരംഭിച്ചു, വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷേ ഈ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനായിട്ട് സംരംഭകരിൽ നിന്ന് തന്നെ ആരംഭിച്ചൊരു സംവിധാനമാണ് ഈശോ എന്ന് പറയുന്നത്. അതാണ് അതിനുള്ള വ്യത്യാസം. ഈശോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് വുമൺ എന്റർപ്രണേഴ്സ് എംപവർമെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ അതല്ലാതെ ഈശോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നു എന്നാണ് ഞങ്ങൾ കാണുന്നു. നമ്മൾ കാണുന്നു മറ്റുള്ള സംരംഭകരെ നമ്മൾ കാണുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു സംരംഭം ഒറ്റയ്ക്ക് നിങ്ങൾ ഉണ്ടാകുന്ന കൂടുതൽ തീർച്ചയായിട്ടും തന്നെ സാധിക്കും. ഇതുവരെയായിട്ടും അവരുടെ വീട്ടിൽ പല തരത്തിലും സപ്പോർട്ട് അത്തരത്തിൽ കൂട്ടായ്മയായിട്ടാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇത്രയും നാളെ ഞാൻ നടക്കുന്നത് സംവിധാനങ്ങളാണ് അവരെല്ലാം സംവിധാനമായിട്ടാണ് എല്ലാ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. വനിതാ സംരംഭങ്ങളിൽ വനിതാ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവരെ ഏതെല്ലാം മനസ്സിലാക്കി എടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി എടുത്തു. തീർച്ചയായും പറയുന്നത് അതിന്റെ 2015 ഇന്ത്യയിൽ ആരംഭിച്ചു. 2022 നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കത് എല്ലാം CSR ചെയ്യുന്നത്. CSR എന്ന് പറയുമ്പോൾ പൈസയാണ്. ഏത് പ്രദേശത്താണ് തന്നെ പൈസ വിനിയോഗിച്ച് തീർക്കേണ്ടതാണ്. നമ്മുടെ ഒരുപാട് പൈസ പോകുന്നത് നമ്മളുടെ ആ പൈസ നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ച് ചെയ്യുന്ന രീതിയാണ് CSR. ഉദാഹരണമായിട്ടും നമ്മൾ 72 പഞ്ചായത്തുകളാണ് 72 വില്ലേജുകളായിട്ട് 72 ഡിജിറ്റൽ സെന്ററുമായി പ്രവർത്തിക്കുന്നുണ്ട്. സാങ്കേതിക സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരത, വനിതാ സംരംഭകരെ വിശ്വാസമായിട്ടുള്ള ഗവൺമെന്റ് പദ്ധതിയിൽ അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടിംഗ് പദ്ധതികളെല്ലാം തന്നെ വരുമാന മാർഗത്തിലൂടെ ഇതിനുള്ള കുറെ വികസനം 2022 ഓഗസ്റ്റ് മാസത്തിൽ ഇതിന്റെ സംസ്ഥാന തലത്തിൽ നടത്തി ആരംഭിച്ച പദ്ധതി ഇന്ന് വളരെ നല്ല സമയത്ത് നമ്മൾ ആദ്യത്തെ പരിശീലനം സംരംഭങ്ങൾ അവർ പറയുന്ന കാര്യം ആ ട്രെയിനിങ്ങിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരു സംരംഭം എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം, ഒരു സംരംഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കാണാൻ കഴിയുന്നതിന്റെ പ്രാധാന്യം എന്താണ്, മാർക്കറ്റിംഗ് ചെയ്ത് നമ്മളെ വ്യത്യാസം എന്താണ്. തീർച്ചയായിട്ടും സംഘടന എല്ലാ വനിതാ സംരംഭങ്ങൾക്കും കേരളത്തിലുള്ള എല്ലാ വനിതാ സംരംഭങ്ങൾക്കും ഒരു തണലായി വെല്ലുവിളിയായി ഒരു കൂടപ്പുറപ്പായി ഏറ്റവും കൂടെ ഉണ്ടാകും എന്ന് എല്ലാവരുടെ ആശംസകളും നേടിയാണ്. എല്ലാ പൂർണ്ണമായും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ
ഞാൻ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. അതിൽ യാതൊരുവിധ കെമിക്കൽസും ഇല്ല. എല്ലാം ഒറിജിനലായിട്ടുള്ളത് തന്നെയാണ്. കളറൊന്നും അറിയുന്നില്ല. അതുപോലെ തന്നെ മഞ്ചിഷ്ട 40 സൈസ് പച്ചമരുന്നുകൾ ചേർന്ന് നാൽപ്പാമരാതി എണ്ണയും ഇത് ചേർന്നിട്ടുള്ളതാണ് മഞ്ചിഷ്ട. ഇത് നമ്മുടെ ഗോതമ്പ് പൊടിച്ചിട്ട് ചെയ്യുന്നതാണ്. ഗോതമ്പ് പൊടി കൊണ്ട് അതിനൊരു ഫേഷ്യൽ ചെയ്യുന്നൊരു സാധനം കൊടുക്കും. നമ്മൾ ചേർക്കുന്നത് ചെയ്യുന്നത്. ഈ സോപ്പുകൾക്കൊക്കെ എന്നാ വില വരുന്നത്? സോപ്പ് ഓരോ മോൾഡിൻ്റെ ഗ്രാം അനുസരിച്ചിട്ടാണ് 50, 55, 40, 45 റേറ്റ് ഉണ്ട്. കൂടുതലായിട്ട് എടുക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് ഹോൾസെയിലായിട്ട് എടുക്കുവാണെങ്കിൽ. പക്ഷേ കുറച്ച് കൂടുതൽ എടുക്കണം. ഒരു ഐറ്റം കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ മാത്രമേ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. പിന്നെ ചാർക്കോൾ ഞാൻ വീട്ടിൽ തന്നെ ചിരട്ട കനലുണ്ടാക്കി തിരിച്ച് തനിയെ ചെയ്യുന്നത്. ഇത് നല്ല പൂളതാണ്. മഞ്ചിഷ്ട അതുപോലെ തന്നെ നല്ലപോലെ ചിലവുണ്ട്. ഇതിന് നമ്മൾ ഒരെണ്ണമായിട്ടൊക്കെയാണ് എങ്ങനെയാണ് റേറ്റ് എന്ന്? ഇത് നമ്മൾ കൊടുക്കുന്നത് 45 രൂപയ്ക്ക്. ഇതിൻ്റെ മോൾഡിലൊക്കെ നല്ല റേറ്റാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സംരംഭം ആയത് കാരണം നമുക്ക് കുറച്ചിട്ട് കിട്ടുന്നതാണ്. മോൾഡിനനുസരിച്ചിട്ട് റേറ്റ് കൂടും. എല്ലാം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നീലശംഖുപുഷ്പമാണ്. സാധാരണ നീലശംഖുപുഷ്പം 2 കളർഫുൾ സോപ്പി ബാസ്ക്കറ്റ് ഇപ്പം എടുത്തിട്ട് ചെയ്യുന്നതാണ്. കളറൊന്നും അറിയാത്തതാണ്. ഇപ്പം ഭയങ്കര ചൂടൊക്കെ ആയത് കാരണം തോന്നിച്ച് കളർ കുറവാണ്. സാധാരണ ഓൾറെഡി നല്ല കളറാണ്. പിന്നെ വേറെ കെമിക്കൽസ് ഒന്നും ചേർത്തില്ല. ഇത് നമ്മുടെ ലോട്ടസ് ആണ്. താമര. അതൊക്കെ എവിടെ നിന്ന് പൂവൊക്കെ കിട്ടുന്നത്? പൂ നമ്മൾ ഉണക്കിയെടുത്തിട്ടാണ്. പൂ ഉണക്കിയെടുക്കുന്നതുകൊണ്ട് അല്ലാതെ എടുക്കുന്നത് പച്ചയ്ക്ക് ചാറ് പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട്. ചാർക്കോൾ വന്നു. കൊല്ലം ജില്ലയിൽ സ്ഥലത്ത് വരികയാണ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വൻതേനും ചെറുതേനും തേൻ ഉൽപ്പന്നങ്ങളുണ്ട്. തേൻ സമയം കഴിയുമ്പോൾ മെഴുകി കുറുക്കി എടുക്കുന്നതാണ് ബി വാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറേ ബി വാക്സ് അതുകൊണ്ടുള്ള പ്രോഡക്റ്റാണ് ഇത്. മാവ്, ഫേസ് ക്രീം, പിന്നെ പാല് വെട്ടിക്കുന്നതൊക്കെ നമ്മൾ സോപ്പ്, ബി വാക്സും തേനും കൂട്ടാനിട്ട് കൂടെ സെറ്റ് ചെയ്ത് ബി വാക്സ് റൂമിൽ കത്തിച്ച് വയ്ക്കാവുന്നതാണ്. പെർഫ്യൂം കൂടെ ചേർത്ത് എല്ലാം തേൻ വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ടാണ്. ഇതിന് കളർ കൂടെ ചേർക്കുന്നേ ഉള്ളൂ. അതായത് കളർ ചേർക്കുന്നതാണ്. എൻ്റെ പേര് ഷിബിന. ഞാൻ കൊല്ലം ജില്ലയിൽ ക്ലാപ്പന എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് ഇന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ആർക്ക് വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് ഈ സാധനം ഡാൻസ് ഐറ്റംസുകളും എല്ലാത്തരം ഐറ്റംസുകളും എല്ലാം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി എല്ലാം കൊടുക്കും. ഇതിനും വേണ്ടവരാരാണെന്ന് വെച്ചാൽ ഞാനൊരു ഇതിലേക്ക് ചെയ്താൽ മതിയാണ്. വീട്ടിൽ തന്നെ ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാം. ഹോംമെയ്ഡ് സാധനങ്ങളാണ്. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ 95 26 98 63 എൻ്റെ പേര് അനിത. ഞാൻ കാക്കനാട് നിന്നാണ് വരുന്നത്. ഇതിൽ ഞാൻ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ്. എങ്ങനെ പഠിച്ചത്? ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും അതിനകത്ത് ഒരു പേപ്പറാണ്. അത് നോക്കിയാണ് പഠിച്ചത്. നോക്കി പഠിച്ചതാണോ? നോക്കി പഠിച്ചത്. കൂടെ ആരും ഇല്ല. ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ വീട്ടിൽ ചെയ്യുന്നത്. എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. വരുന്നത് ഇത് 110. അര ലിറ്റർ. ഇത് 250, 55. ഇത് ഫ്ലേവർ മാറ്റം തന്നെയാണ്. സെയിം തന്നെ. ബോട്ടിൽ സെയിം, വിലയും സെയിം. ഇത് ഡിഷ് വാഷ് 250 ഗ്രാം 55 രൂപ. സോപ്പ് പൊടി 1 കിലോ സോപ്പ് പൊടി 80. ഇതൊക്കെ നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കും, എത്തിച്ചു കൊടുക്കും. ആരെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് അടുത്തൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും. അതല്ല വന്ന് വാങ്ങിക്കും. താമസിക്കാൻ തുടങ്ങുന്നു. 1 മാസത്തിനാണ് തുടങ്ങുന്നത്.
ആദ്യം മെഴുകുരുക്കി കളർ ചേർക്കുന്നതാണെങ്കിൽ കളർ ചേർത്ത് നമ്മൾ ആ ഡൈക്കകത്ത് ഉരുക്കി ഒഴിച്ച് തണുപ്പിച്ച് കഴിയുമ്പോൾ ആ ഡൈക്കകത്ത് ഇത് മാറ്റി പ്രത്യേകം നൂലൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ്. എവിടെയായിരുന്നു സ്ഥലം? സ്ഥലം മുതുകുളം. ഇത് നമ്മൾ ഇപ്പം പറയുവാണ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി തരുമോ? ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 85 93 92 51 14. ഇതിട്ടുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം 10-12 വരെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ബീഫ്, ചെമ്മീൻ, കല്ലുമ്മക്കായ്, മീൻ, കാന്താരി നാരങ്ങ അച്ചാർ, മാങ്ങ കാന്താരി മാങ്ങ, പിന്നെ പൈനാപ്പിൾ, ഈത്തപ്പായ നാരങ്ങ, അങ്ങനെ വെറൈറ്റി ആയിട്ട് 12 വരെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു എണ്ണ കാച്ചുന്നുണ്ട്, വെളിച്ചെണ്ണ. ഇതെൻ്റെ നല്ല ഒരു ഫേമസ് ആയിട്ട് പോകുന്നൊരു എണ്ണയാണ്. ആർക്കും ഈ എണ്ണ തെറ്റിച്ച് മോശം വരുന്ന നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ ആക്കി തരും. ഫോണിൽ സെറ്റ് ചെയ്ത് തരാം. എന്നിട്ട് അങ്ങനെയാണ് നമ്മുടെ ആലപ്പുഴയിൽ ഞാൻ ഷായിദ വയനാട് നമ്മൾ പിങ്ക് ബാസ്ക്കറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. വയനാടിൻ്റെ സ്പെഷ്യലായ തുറമാങ്ങ അച്ചാർ, വടക്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്. നേന്ത്രപ്പഴ അച്ചാർ, പിന്നെ തേങ്ങ റൈസ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത് വയറിൽ വെച്ച് തുടങ്ങിയിട്ട് നമ്മൾ എന്താവശ്യത്തിനും ഈ തേങ്ങേൻ്റെ ആവശ്യങ്ങളെല്ലാം എല്ലാ ജില്ലയിലേക്കും അയച്ചു കൊടുക്കും. ഇപ്പോൾ ഇതിൻ്റെ 86 06 88 71 77. Thank you.